ഇവിടെ കോൺഗ്രസിന് നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ യഥാർത്ഥ വസ്തുതകൾ പരിശോധിക്കണം. ഒന്ന്, പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് മാത്തൂർ പഞ്ചായത്ത് UDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വിഷയങ്ങൾ വന്നതിന് ശേഷം ഞാൻ പാലക്കാട് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രചരണത്തിന് പോയ മാത്തൂർ പഞ്ചായത്ത് UDFന് ഭരണം ഇന്ന് കയ്യാലപ്പുറത്താണ്. അവിടെ ആരാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്, ബലാബലം എത്തി UDF LDFും ആരാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട രീതിയിലേക്ക് BJP മാറുന്ന രീതിയിലേക്ക് മാത്തൂർ പഞ്ചായത്തിലെ അവസ്ഥ മാറ്റി. കയ്യിലുള്ള ഭരണം മാത്തൂർ പഞ്ചായത്തിൽ പോയി കിട്ടി. ഇനി അടുത്ത് കണ്ണാടി പഞ്ചായത്ത്. ഇത്രയധികം മാങ്കൂട്ടത്തിൽ പ്രചരണം നടത്തിയിട്ടും UDF തരംഗം ആഞ്ഞടിച്ചു എന്ന് പറയുന്ന സമയത്തും ആ പഞ്ചായത്ത് ഭരണം അവർക്ക് കൈപ്പിടിയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചില്ല. 3, പ്രായരി പഞ്ചായത്ത് ഇവരുടെ ശക്തി കേന്ദ്രമാണ്. പ്രായരി പഞ്ചായത്തിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും എല്ലാം വലിയ ലീഡ് കരസ്ഥമാക്കി അവരുടെ ഉരുക്കുകോട്ട എന്ന് പറയുന്ന പ്രായരി പഞ്ചായത്തിലെ ഭരണം കയ്യാലപ്പുറത്തായി. ആ പ്രായരി പഞ്ചായത്ത് ആരാണ് ഭരിക്കേണ്ടത് എന്ന് നിർണായക ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അവിടെ മാറിയിട്ടുണ്ട്. അവിടെ നിരവധി വിമതന്മാർ മത്സരിക്കാണ്ടായി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് പോയ പ്രായരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിൽ UDFന് ഭരിക്കുവാനായിട്ട് സാധിച്ചില്ല. അവരുടെ കയ്യിലുള്ള ഭരണം പോലും പോയി കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇനി പാലക്കാട് മണ്ഡലത്തിലോട്ട് വരിക. ഇദ്ദേഹം ഈ ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം പോയി മൻസൂർ മണ്ണലാഞ്ചേരി അദ്ദേഹത്തിൻ്റെ വാർഡിൽ ഇദ്ദേഹം കൗൺസിലറായിരിക്കുന്ന സമയത്ത് പാലക്കാട് നഗരസഭയിലെ നിലവിലെ 38-ാം വാർഡിൽ ഇദ്ദേഹം പ്രചരണത്തിന് പോയി. ആ വാർഡിൽ മൻസൂറിന് ടിക്കറ്റ് പോലും കിട്ടാത്ത സാഹചര്യമായി. അദ്ദേഹത്തിൻ്റെ പത്നി കോൺഗ്രസ് വിമതയായിട്ട് മത്സരിച്ചു. ആ വാർഡിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോയ മൻസൂറിൻ്റെ വാർഡിൽ മൻസൂറിൻ്റെ ഭാര്യ തോറ്റു. ഇനി ഇദ്ദേഹത്തിന് എഴുന്നള്ളിച്ചു കൊണ്ടുപോയ വടക്കുമറി വാർഡ് ബഷീർ അദ്ദേഹത്തിൻ്റെ വാർഡിൽ UDF പരാജയപ്പെട്ടു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത വാർഡിൽ കഷ്ടിച്ച് 8 വോട്ടിനാണ് UDF ജയിച്ചിരിക്കുന്ന. 2ാം സ്ഥാനത്ത് BJPയുടെ സ്ഥാനാർത്ഥി. ചെറിയ 10 വോട്ടിൻ്റെ പരാജയമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം പ്രചരണത്തിന് പോയ സ്ഥലങ്ങളിലെല്ലാം UDFന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. കൽപ്പാത്തി മേഖലകളിൽ പൂർണ്ണമായിട്ട് ഇദ്ദേഹം വലിയ രീതിയിൽ പ്രചരണവും കാര്യങ്ങൾക്കും എല്ലാം നേതൃത്വം കൊടുത്തു. കൽപ്പാത്തിയിലെ 5-ാം വാർഡ്, 6-ാം വാർഡ്, 7-ാം വാർഡ്, 3 കൽപ്പാത്തി ഉൾപ്പെടുന്ന 3 വാർഡിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രചരണത്തിന് ഇറക്കിയത് കൊണ്ട് UDFന് നഷ്ടം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്.